പുറനാട്ടുകരയിൽ ക്ഷേത്രക്കുളത്തിൽ കുളിക്കാനിറങ്ങിയ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയെ മുങ്ങി മരിച്ചു. അടാട്ട ഉടലക്കാവ് സ്വദേശി ശ്രീഹരിയാണ് മരിച്ചത്. ആമ്പലൂർ സിഗ്നലിന് സമീപം ബസ്സിനടിയിൽപ്പെട്ട സ്കൂട്ടർ യാത്രികരായ മധ്യവയസ്കന് പരിക്കേറ്റു. പാർലിക്കാട് ബൈപ്പാസിൽ ടൂറിസ്റ്റ് ബസ്സിടിച്ച ഓട്ടോ ഡ്രൈവർക്ക് ഗുരുതര പരിക്ക്. തൃശൂർ ശക്തൻ ബസ് സ്റ്റാൻഡ് ആധുനിക രീതിയിൽ കോൺക്രീറ്റിംഗ് ചെയ്യുന്ന പ്രവൃത്തികൾക്ക് തുടക്കമായി. നവീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സ്റ്റാൻഡിലെത്തുന്ന ബസ്സുകൾക്ക് ഗതാഗത ക്രമീകരണം ഏർപ്പെടുത്തി. ശരണം വിളികളുടെ മണ്ഡലകാലത്തിന് നാളെ തുടക്കമാകും. തീർത്ഥാടകർക്കായി ഇടത്താവളങ്ങൾ ഒരുങ്ങി. ഗുരുവായൂരിൽ വൻ ഭക്തജന തിരക്ക്. നമസ്കാരം. വിശദമായ വാർത്തയിലേക്ക്. പുറനാട്ടുകരയിൽ ക്ഷേത്രകുളത്തിൽ വിദ്യാർത്ഥി മുങ്ങി മരിച്ചു. അടാട്ട ഉടലക്കാവ് സ്വദേശി അമ്പാടി വീട്ടിൽ ശ്രീഹരിയാണ് മരിച്ചത്. 21 വയസ്സായിരുന്നു. ഇന്ന് രാവിലെയാണ് സംഭവം. ശബരിമലയ്ക്ക് പോകാൻ മാലയിട്ട ശ്രീഹരി ക്ഷേത്രകുളത്തിൽ അച്ഛനോടൊപ്പം കുളിക്കാൻ പോയതായിരുന്നു. തിരുവല്ലയിലെ എഞ്ചിനീയറിംഗ് കോളേജ് ബിടെക് വിദ്യാർത്ഥിയായിരുന്നു. ആമ്പലൂർ സിഗ്നലിൽ സമീപം ബസ്സിനടിയിൽപ്പെട്ട് സ്കൂട്ടർ യാത്രികനായ മധ്യവയസ്കന് പരിക്കേറ്റു. കൊടകര വീരംപുള്ളി വീട്ടിൽ 58 വയസ്സുള്ള ജോർജിനാണ് പരിക്കേറ്റത്. രാവിലെ 7:30ക്കായിരുന്നു അപകടം. സിഗ്നലിൽ നിന്നും മുന്നോട്ടെടുത്ത ബസ്സിനടിയിൽ ജോർജ് അകപ്പെടുകയായിരുന്നു. ബസ്സിനടിയിൽപ്പെട്ട ജോർജിനെയും സ്കൂട്ടറിനെയും മീറ്ററുകൾ തള്ളി നീക്കിയാണ് ബസ് നിന്നത്. ബസിന്റെ മുൻചക്രം കയറാതെ തലനാരിഴയ്ക്കാണ് ജോർജ് രക്ഷപ്പെട്ടത്. കാലിന് ഗുരുതരമായി പരിക്കേറ്റ ജോർജിനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പാർലിക്കാട് ബൈപ്പാസിൽ ഓട്ടോറിക്ഷയും ടൂറിസ്റ്റ് ബസ്സും കൂട്ടിയിടിച്ച ഓട്ടോ ഡ്രൈവർക്ക് ഗുരുതര പരിക്ക്. ചേലക്കര സ്വദേശിയായ ഓട്ടോ ഡ്രൈവറെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. രാവിലെ 8:30യോടെയാണ് വ്യാസ കോളേജ് സ്റ്റോപ്പിന് ശേഷമുള്ള ബൈപ്പാസിൽ അപകടം നടന്നത്. ചേലക്കരയിലേക്ക് പല വ്യഞ്ജനങ്ങളുമായി പോയിരുന്ന ഓട്ടോയാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ ഓട്ടോറിക്ഷ പൂർണ്ണമായും തകർന്നു. തൃശൂർ ശക്തൻ ബസ് സ്റ്റാൻഡ് അത്യാധുനിക രീതിയിൽ കോൺക്രീറ്റിംഗ് ചെയ്യുന്ന പ്രവൃത്തികൾക്ക് തുടക്കമായി. നവീകരണ പ്രവൃത്തികളുടെ ഭാഗമായി സ്റ്റാൻഡിലെത്തുന്ന ബസ്സുകൾക്ക് ഗതാഗത ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. തകർന്നു കിടക്കുന്ന ബസ് സ്റ്റാൻഡിന്റെ തെക്ക് ഭാഗം താൽക്കാലികമായി കോൺക്രീറ്റ് ചെയ്ത് നവീകരിക്കുന്ന പ്രവൃത്തികൾക്കാണ് തുടക്കം കുറിച്ചത്. രാവിലെ കോൺക്രീറ്റിംഗിന്റെ ഉദ്ഘാടനം നടന്നു. അധികം വൈകാതെ അത്യാധുനിക രീതിയിലുള്ള പുതിയ ബസ് സ്റ്റാൻഡ് കോംപ്ലക്സിന്റെ നിർമ്മാണത്തിനും തുടക്കമാകും. തൃശൂർ കോർപ്പറേഷനും സ്വകാര്യ കൺസ്ട്രക്ഷൻ കമ്പനിയുമായുള്ള തർക്കത്തെ തുടർന്ന് കഴിഞ്ഞ 3.5 പതിറ്റാണ്ടിലേറെ കാലമായി യാതൊരു വികസന പ്രവർത്തനവും നടത്താനാകാതെ അനാഥമായി കിടന്നിരുന്ന ബസ് സ്റ്റാൻഡിനാണ് ഇപ്പോൾ പുതുജീവൻ വന്നിരിക്കുന്നത്. വികസനത്തിന് വേണ്ടി ഈ ബഡ്ജറ്റിൽ അനുവദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ബസ് സ്റ്റാൻഡിനോടൊപ്പം നവീകരിക്കേണ്ട ഒന്നാണ് ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡ്. വികസനത്തിൻ്റെ ഒരു കൈവെളിച്ചവും എത്താത്തൊരു പ്രദേശമാണ് ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡ് എന്ന് നിങ്ങൾക്കറിയാം. അവിടെ 10 കോടി രൂപ സർക്കാരിൻ്റെ ഫണ്ടിൽ നിന്ന് മാറ്റിവെച്ചിട്ടുണ്ട്. നമുക്കറിയാം, തൃശ്ശൂർ ശക്തൻ സ്റ്റാൻഡ് 1987 സ്ഥാപിതമായത്. ഈ ബസ് സ്റ്റാൻഡ് സ്ഥാപിതമായതിനു ശേഷം ഈ ബസ് സ്റ്റാൻഡിനകത്ത് 37 വർഷക്കാലത്തിനുള്ളിൽ യാതൊരു തരത്തിലുള്ള പ്രവൃത്തിയും നടത്താൻ പറ്റാതെ കിടക്കുന്ന ഒരു അന്തരീക്ഷത്തിലായിരുന്നു. ശരണം വിളികളുടെ മണ്ഡലകാലത്തിന് നാളെ തുടക്കമാകും. ഇനി വ്രതശുദ്ധിയുടെ നാളുകൾ. ശബരിമലയിൽ ഇന്ന് വൈകിട്ട് നട തുറക്കും. ശബരിമല ദർശനത്തിനുള്ള തീർത്ഥാടനത്തിനും ഇതോടെ തുടക്കമായി. ജില്ലയിലും തീർത്ഥാടകർക്കായി നിരവധി ഇടത്താവളങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഗുരുവായൂരിൽ പുലർച്ചെ മുതൽ വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. ശരണം വിളികൾ ഉയരുന്ന പുണ്യകാലത്തെ വരവേൽക്കാൻ ആറാട്ടുപുഴയൊരുങ്ങി. വർഷം തോറും നടത്തിവരുന്ന ആറാട്ടുപുഴ ദേശവിളക്ക് വൈവിധ്യമാർന്ന പരിപാടികളോടെ നാളെ ആഘോഷിക്കും. നാളെ രാവിലെ ശാസ്താവിന് 108 കരിക്കഭിഷേകം നടക്കും. തുടർന്ന് ചുറ്റുവിളക്ക് സമർപ്പണം, അഞ്ചമ്പല നിർമ്മാണത്തിനുള്ള കാൽനാട്ടുകർമ്മം, വൈകിട്ട് ചുറ്റുവിളക്ക്, മുളങ്ങന്നത്തുകാവ് രഞ്ജിത്ത് നമ്പ്യാരും കോതൂർ വിഷ്ണു വാര്യരും നയിക്കുന്ന തായമ്പക അവതരണം എന്നിവ നടക്കും. വടക്കാഞ്ചേരിയിൽ അടച്ചിട്ട വീട്ടിൽ കവർച്ച നടന്ന സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി. വാഴാനി റോഡിൽ കളത്തിപ്പറമ്പിൽ കുഞ്ഞന്റെ വീട്ടിലാണ് ഇന്നലെ കവർച്ച നടന്നത്. 15 പവന്റെ സ്വർണ്ണ ആഭരണങ്ങൾ നഷ്ടപ്പെട്ടിരുന്നു. വീട്ടുടമ കുഞ്ഞൻ മലപ്പുറത്താണ് താമസിച്ചിരുന്നത്. കഴിഞ്ഞ ദിവസം രാത്രിയുണ്ടായ കനത്ത മഴയിലും കാറ്റിലും കൈപ്പറമ്പ് പഞ്ചായത്തിലെ 7-ാം വാർഡിൽ മരച്ചില ഒടിഞ്ഞുവീണ് വൈദ്യുതി പോസ്റ്റുകൾ മറിഞ്ഞുവീണു. സെൽസബിൽ സ്കൂൾ റോഡിലെ 4 വൈദ്യുതി
പോസ്റ്റുകളാണ് മരച്ചില് വീണ് മറിഞ്ഞു വീണത്. പോസ്റ്റുകൾ കടപുഴകി വീണതിനെ തുടർന്ന് 7-ാം വാർഡിൽ വൈദ്യുതി ബന്ധം പൂർണ്ണമായി നിലച്ചു. ജൽജീവൻ മിഷനു വേണ്ടി വൈദ്യുതി പോസ്റ്റുകൾക്ക് സമീപത്തുകൂടി കുഴിയെടുത്തതോടെ പോസ്റ്റുകൾക്കുണ്ടായ ബലക്ഷയമാണ് വൈദ്യുതി പോസ്റ്റുകൾ മറിഞ്ഞു വീഴാൻ ഇടയാക്കിയതെന്നാണ് നാട്ടുകാരുടെ ആരോപണം. പുത്തൻപീടികയിലെ സൂപ്പർ മാർക്കറ്റ് ഉടമയുടെ വീട് കയറി ആക്രമണം. പുത്തൻപീടിക പള്ളിക്ക് സമീപം കിഴക്കേ അങ്ങാടി താണിക്കൽ തോമസിന്റെ വീടിന് നേരെയാണ് ഇന്നലെ ആക്രമണം നടന്നത്. തോമസിനെയും മകളെയും ആക്രമിച്ചതായി അന്തിക്കാട് പോലീസിൽ പരാതി നൽകി. സൈക്കിളും വീടിന്റെ മതിലിൽ ലൈറ്റുകളും നശിപ്പിച്ചിട്ടുണ്ട്. പുത്തൻപീടിക സെന്ററിൽ സൂപ്പർ മാർക്കറ്റ് നടത്തുന്ന തോമസ് കടയിലേക്ക് പോകാൻ വീട്ടിൽ നിന്നും ഇറങ്ങുമ്പോഴായിരുന്നു ആക്രമണമുണ്ടായത്. തലയ്ക്ക് പരിക്കേറ്റ തോമസിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൊടകര പഞ്ചായത്തിൽ ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പാക്കുന്ന കൃഷി പാഠശാല പദ്ധതിയുടെ 2ാം ഘട്ടം ആരംഭിച്ചു. കൊടകര കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ വിവിധ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ മരത്തമ്പള്ളി പാടശേഖരത്തിൽ ഞാറുനടിയിൽ നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് KG രജീഷ് അധ്യക്ഷത വഹിച്ചു. കൃഷി ഓഫീസർ J നയനതാര, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്വപ്ന സത്യൻ, വാർഡ് അംഗം TV പ്രജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. മറ്റത്തൂർ പഞ്ചായത്തിലെ 7-ാം വാർഡിൽ 12 ലക്ഷം രൂപ ചെലവിൽ നവീകരിച്ച മിന്നാരി സ്മാർട്ട് അംഗൻവാടിയുടെ ഉദ്ഘാടനം KK രാമചന്ദ്രൻ MLA നിർവഹിച്ചു. മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി ബിബി അധ്യക്ഷത വഹിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR രഞ്ജിത്ത്, അമ്പനോളി പള്ളി മുൻ വികാരി ഫാദർ ഫ്രാങ്കോ പറപ്പുള്ളി, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാൻഡോ കൈതാരത്ത്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ BS നിജിൽ, ഷൈബി സജി തുടങ്ങിയവർ സംസാരിച്ചു. വെള്ളിക്കുളങ്ങര പ്രസന്റേഷൻ കോൺവെന്റ് ഹൈസ്കൂളിൽ കുട്ടികളുടെ ആശയവിനിമയത്തിന് സഹായിക്കുന്ന റോബോട്ട് സ്ഥാപിച്ചു. അലക്സ എന്ന് പേരിട്ടിട്ടുള്ള റോബോട്ടിന്റെ ഉദ്ഘാടനം റിച്ചാർഡ് സ്റ്റാൻലി നിർവഹിച്ചു. PTA പ്രസിഡന്റ് VG സത്യൻ അധ്യക്ഷത വഹിച്ചു. ഹെഡ് മിസ്റ്റർ സിസ്റ്റർ ലിസ്മിൻ, ജസ്റ്റിൻ തോമസ്, KB ബ്രിജി എന്നിവർ സംസാരിച്ചു. പഴഞ്ഞ അരുവായ് മേഖലയിലെ മുണ്ടകൻ പാടത്തെ നെൽകൃഷിക്ക് പടരുന്ന കീടബാധ കർഷകരെ വലയ്ക്കുന്നു. കൃഷിയിറക്കിയ 1.5 മാസമാകുമ്പോഴേക്കും കർഷകർക്ക് 3-4 തവണ മരുന്ന് തെളിക്കേണ്ടി വരുന്നു. വൻ ബാധ്യതയാണ് കർഷകർക്ക് ഇതുമൂലം ഉണ്ടാകുന്നത്. നെൽച്ചെടികളുടെ ഇലകൾക്ക് കരിച്ചിൽ വരുന്നതാണ് രോഗലക്ഷണം. ഇതോടെ നെൽച്ചെടികളുടെ വളർച്ച മുരടിക്കും. ബ്ലാസ്റ്റ് രോഗം കൂടി പടർന്നതോടെ പലയിടത്തും നെൽച്ചെടികൾ മുരടിച്ച നിലയിലായി. കതിര് വരാറായി നെല്ലിനുണ്ടാകുന്ന രോഗങ്ങൾ വിളവിനെ ബാധിക്കുമെന്ന ആശങ്കയും കർഷകർക്കുണ്ട്. തിരുവമ്പാടി കുട്ടൻ എന്നറിയപ്പെട്ടിരുന്ന M കൃഷ്ണൻകുട്ടിയുടെ 27ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് സ്മാരക പുരസ്കാര സമർപ്പണവും അനുസ്മരണവും തൃശൂരിൽ നടന്നു. സംഗീത നാടക അക്കാദമി സെക്രട്ടറി കരിവള്ളൂർ മുരളി കൃഷ്ണൻകുട്ടി സ്മാരക പുരസ്കാരം നർത്തകിയും കലാമണ്ഡലം സർവകലാശാല മോഹിനിയാട്ട മേധാവിയുമായ ഡോക്ടർ രചിത രവിക്ക് സമ്മാനിച്ചു. മുൻ നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് തേറമ്പിൽ രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. കലാനിരൂപകൻ പ്രൊഫസർ ജോർജ് എസ് പോൾ, ഡിവിഷൻ കൌൺസിലർ പൂർണിമ സുരേഷ്, തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി K ഗിരീഷ് കുമാർ, സ്മാരക സമിതി സെക്രട്ടറി പ്രൊഫസർ M ഹരിദാസ്, A രാമകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. സംസ്ഥാനത്ത് ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട വിശദമായ മാർഗനിർദ്ദേശങ്ങളുമായി ഹൈക്കോടതി. മതപരിപാടികളിലും ഉത്സവങ്ങളിലും മറ്റു പരിപാടികളിലും ആനകളെ എഴുന്നള്ളിക്കുന്നതിൽ ഹൈക്കോടതിയുടെ മാർഗനിർദ്ദേശങ്ങളടങ്ങിയ ഉത്തരവിറക്കിയത്. ആനകൾ തമ്മിൽ 3 മീറ്റർ ദൂരപരിധിയും ജനങ്ങളും ആനകളും തമ്മിൽ 8 മീറ്ററും ആനയും തീവട്ടിയും തമ്മിൽ 5 മീറ്റർ ദൂരപരിധിയും വെടിക്കെട്ട് സ്ഥലവും ആനയും തമ്മിൽ 100 മീറ്റർ ദൂരപരിധിയും പാലിക്കണമെന്ന് മാർഗനിർദ്ദേശത്തിൽ പറയുന്നു. ദിവസവും 30 കിലോമീറ്ററിൽ കൂടുതൽ ആനകളെ നടത്തിക്കരുത്. രാത്രി 10 മുതൽ പുലർച്ചെ 4 വരെ ആനകളെ യാത്ര ചെയ്യിക്കരുത്. തുടർച്ചയായി 3 മണിക്കൂറിൽ കൂടുതൽ ആനയെ എഴുന്നള്ളിപ്പിൽ നിർത്തരുത്. രാത്രിയിൽ ആനയ്ക്ക് ശരിയായ വിശ്രമസ്ഥലം ഉറപ്പുവരുത്തണം. എഴുന്നള്ളിപ്പിനായി 1 മാസം മുൻപ് അപേക്ഷ സമർപ്പിക്കണം. ആനയെ കൊണ്ടുപോകുന്ന വാഹനത്തിന്റെ വേഗത 25 കിലോമീറ്ററിൽ താഴെയാകണം. പരിപാടിയുടെ സംഘാടകർ ആനയുടെ ആരോഗ്യ സർട്ടിഫിക്കറ്റ് അടക്കമുള്ള എല്ലാ രേഖകളും ഉറപ്പാക്കണമെന്നും മാർഗനിർദ്ദേശത്തിൽ പറയുന്നു. ജില്ലാതല സമിതി സർട്ടിഫിക്കറ്റുകൾ പരിശോധിച്ചായിരിക്കണം ആന എഴുന്നള്ളിപ്പിന് അനുമതി നൽകേണ്ടത്. ജസ്റ്റിസ് AK ജയശങ്കരൻ നമ്പ്യാർ, ജസ്റ്റിസ് A ഗോപിനാഥ് എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചാണ് ഉത്തരവിട്ടത്.
പൊയ്യ പഞ്ചായത്തിൽ ജലനിധി ജൽജീവൻ മിഷൻ പദ്ധതികൾക്ക് ബദലായി സ്വന്തം കുടിവെള്ള പദ്ധതി നടപ്പാക്കുന്നതിന് കുഴൂർ പഞ്ചായത്തിന്റെ സഹായത്തിനായി ധാരണാപത്രം രജിസ്റ്റർ ചെയ്തു. രജിസ്റ്റർ ചെയ്ത ധാരണാപത്രം പൊയ്യ പഞ്ചായത്ത് പ്രസിഡന്റ് ഡെയ്സി തോമസ്, കുഴൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സാജൻ കൊടിയന് കൈമാറി. VR സുനിൽകുമാർ MLA, മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ ഷാൻഡി ജോസഫ് എന്നിവർ സന്നിഹിതരായിരുന്നു. ചാലക്കുടി പുഴയിൽ കുഴൂർ പഞ്ചായത്ത് പരിധിയിലെ കുണ്ടൂരിൽ നിന്ന് വെള്ളം കൊണ്ടുപോകുന്നതിനുള്ള ധാരണാപത്രമാണ് രജിസ്റ്റർ ചെയ്ത് കൈമാറിയത്. കേരള വിഷന്റെ ആഭിമുഖ്യത്തിൽ നടപ്പാക്കുന്ന എന്റെ കൺമണിക്ക് ഫസ്റ്റ് ഗിഫ്റ്റ് പദ്ധതിയുടെ ഉദ്ഘാടനം ശിശുദിനത്തിൽ തൃശൂർ ജനറൽ ആശുപത്രിയിൽ നടന്നു. 500 കിറ്റുകളാണ് കുരുന്നുകൾക്ക് ആദ്യ സമ്മാനമായി വിതരണം ചെയ്യുന്നത്. കേരള വിഷൻ മണപ്പുറം ഫൗണ്ടേഷനുമായി സഹകരിച്ചാണ് തൃശൂർ ജനറൽ ആശുപത്രിയിൽ എന്റെ കൺമണിക്ക് ഫസ്റ്റ് ഗിഫ്റ്റ് പദ്ധതി നടപ്പാക്കിയത്. മേയർ MK വർഗീസ് ഉദ്ഘാടനം നിർവഹിച്ചു. സമൂഹത്തിൽ ഇന്നും മറ്റുള്ളവരെ സഹായിക്കാൻ സന്മനസ്സുള്ള സംവിധാനം ഉണ്ട് എന്നതിന് തെളിവാണ് കേരള വിഷന്റെ എന്റെ കൺമണിക്ക് ഫസ്റ്റ് ഗിഫ്റ്റ് പദ്ധതിയെന്ന് MK വർഗീസ് പറഞ്ഞു. കേരള വിഷൻ ഏറ്റെടുത്ത് കേരളത്തിനകത്തുള്ള എല്ലാ പൊതുമേഖലയിലുള്ള ആസ്പത്രികളിലേക്കും ഒരു പ്രൊജക്റ്റ് എത്തിക്കുന്ന ഒരു സംരംഭത്തിനകത്ത് എന്റെ കൺമണിക്ക് എന്നതിൻ്റെ പേരിൽ ഒരു കിറ്റ് നമ്മൾ കൊടുക്കുക. ഇത് നൽകുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, സമൂഹത്തിനകത്ത് ഇന്നും മറ്റുള്ളവരെ സഹായിക്കാൻ തയ്യാറുള്ള ഒരു സംവിധാനമുണ്ട് എന്നുള്ളത് നമുക്ക് ബോധ്യപ്പെടുകയാണ്. കേരള വിഷൻ മാനേജിംഗ് ഡയറക്ടർ പ്രജേഷ് അച്ചാണ്ടി അധ്യക്ഷത വഹിച്ചു. മണപ്പുറം ഫൗണ്ടേഷൻ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ജോർജ് ഡി ദാസ്, തൃശൂർ ജനറൽ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ താജുപോളിന് കിറ്റുകൾ നൽകി. തൃശൂർ ജനറൽ ആശുപത്രിയുടെ അഭിനന്ദന പത്രം കേരള വിഷൻ MD പ്രജേഷ് അച്ചാണ്ടി ജോർജ് ഡി ദാസിന് ചടങ്ങിൽ കൈമാറി. ചലച്ചിത്ര താരം ഭാമ മുഖ്യാതിഥിയായിരുന്നു. കോർപ്പറേഷൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PK ഷാജൻ, ഡോക്ടർ VK മിനി, COA ജില്ലാ പ്രസിഡന്റ് TD സുഭാഷ്, ജില്ലാ സെക്രട്ടറി P ആന്റണി, ജില്ലാ ട്രഷറർ CG ജോസ്, ആശുപത്രി ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ അനൂപ്, തൃശൂർ കേരള വിഷൻ മാനേജിംഗ് ഡയറക്ടർ T ജയപ്രകാശ്, കേരള വിഷൻ ഡയറക്ടർ KG സുബ്രഹ്മണ്യൻ, മണപ്പുറം ഫൗണ്ടേഷൻ CSR ഹെഡ് ശില്പ ട്രീസ സെബാസ്റ്റ്യൻ, എന്റെ കൺമണി ജില്ലാ കോർഡിനേറ്റർ ജേക്കബ് ജെറോം തുടങ്ങിയവർ സംസാരിച്ചു. കേരളത്തിലെ സർക്കാർ ആശുപത്രികളിൽ ജനിക്കുന്ന കുട്ടികൾക്ക് ആദ്യ സമ്മാനമായി ബേബി കിറ്റുകൾ വിതരണം ചെയ്യുന്ന കേരള വിഷന്റെ പദ്ധതിയായ എന്റെ കൺമണിക്ക് ഫസ്റ്റ് ഗിഫ്റ്റ് പദ്ധതി 3 വർഷം പിന്നിടുകയാണ്. TC വിനോസ്, തൃശൂർ. ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഭണ്ഡാരം വരവായി 5,10,07,365 രൂപയും 2 കിലോ 461 ഗ്രാം സ്വർണവും 16 കിലോ 470 ഗ്രാം വെള്ളിയും ലഭിച്ചു. കേന്ദ്ര സർക്കാർ പിൻവലിച്ച 2,000 രൂപയുടെ 52ഉം നിരോധിച്ച 1000 രൂപയുടെ 11ഉം 500ന്റെ 43 കറൻസി ലഭിച്ചു. കനറ ബാങ്ക് ഗുരുവായൂർ ശാഖയ്ക്കായിരുന്നു എണ്ണൽ ചുമതല. ഇതിനു പുറമെ കിഴക്കേ നടയിലെ ഈ ഭണ്ഡാരം വഴി 2,74,066 രൂപയും പടിഞ്ഞാറൻ നടയിലെ ഈ ഭണ്ഡാരം വഴി 51,103 രൂപയും ലഭിച്ചു. ഇരിങ്ങാലക്കുട ആലീസ് വധത്തിൽ 5 വർഷമായിട്ടും കുറ്റവാളികളെ കണ്ടെത്താനാകാതെ പോലീസും ക്രൈംബ്രാഞ്ചും. CBI അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം. ഇരിങ്ങാലക്കുട ഈസ്റ്റ് കോമ്പാറ സ്വദേശി എലുവത്തിങ്കൽ കൂനൻ പരേതനായ പോൾസന്റെ ഭാര്യ ആലീസ് വീടിനുള്ളിൽ ദാരുണമായി കൊല്ലപ്പെട്ടത് 2019 നവംബർ 14-നാണ്. സംഭവം കഴിഞ്ഞ 5 വർഷമായിട്ടും പ്രതിയെപ്പറ്റി സൂചന പോലുമില്ലാതെ അന്വേഷണം വഴിമുട്ടി നിൽക്കുന്ന അവസ്ഥയിലാണ്. കൊലപാതകം നടന്ന വീട്ടിൽ 6 മാസമായി ക്യാമ്പ് ചെയ്ത് പോലീസ് സംഘം അന്വേഷണം നടത്തിയെങ്കിലും പ്രതിയെക്കുറിച്ച് സൂചന പോലും കിട്ടിയില്ല. സംഭവത്തിൽ തെളിവുകളില്ലാത്തതാണ് പോലീസിനെ വലയ്ക്കുന്നത്. സംഭവ സ്ഥലത്തു നിന്ന് പ്രതിയുടെ വിരലടയാളം പോലും ലഭിച്ചിരുന്നില്ല. അന്വേഷണം പിന്നീട് ലോക്കൽ പോലീസിൽ നിന്നും മാറ്റി ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ചെങ്കിലും കാര്യമായ പുരോഗതി ഉണ്ടായില്ല. കൊലയ്ക്കുപയോഗിച്ച കത്തി പൊതിഞ്ഞുകൊണ്ടുവന്നതെന്ന് കരുതുന്ന പത്രക്കടലാസ് മാത്രമാണ് കേസിൽ ഇതുവരെ ആകെ ലഭിച്ച തുമ്പ്. 2019 നവംബർ 14 വൈകിട്ട് 6:30-യോടെയാണ് ആലീസിനെ വീടിനുള്ളിൽ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ നിലയിൽ കണ്ടെത്തിയത്. അയൽവാസികൾ ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ കൊലയാളി എങ്ങനെ ഓടിമറിഞ്ഞു എന്നത് ഇന്നും തെളിഞ്ഞിട്ടില്ല. ആലീസിന്റെ വീട്ടിലേക്ക് 2 പ്രധാന റോഡുകളുണ്ട്. എന്നിട്ടും ആരും കൊലയാളിയെ കണ്ടില്ലെന്നതും ദുരൂഹമാണ്. അതിവിദഗ്ധമായി ആസൂത്രണം ചെയ്ത കൊലപാതകമെന്നാണ് പോലീസ് നിഗമനം. ആലീസിന്റെ കൈകളിലെ 8 സ്വർണ്ണവളകൾ നഷ്ടപ്പെട്ടിരുന്നു. വളകൾ ആയുധമുപയോഗിച്ച് മുറിച്ചെടുത്തുവെന്നാണ് പോലീസ് നിഗമനം. അതേസമയം ആലീസിന്റെ കഴുത്തിലെ 6 പവന്റെ മാലയോ കമ്മലോ മോതിരങ്ങളോ നഷ്ടപ്പെട്ടിട്ടില്ല. ഇതാണ് ആസൂത്രിതമായ കൊലപാതകമെന്ന നിഗമനത്തിലേക്ക് എത്താൻ കാരണം. ഭർത്താവിന്റെ മരണശേഷം ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന ആലീസിന് രാത്രി കൂട്ടുകിടക്കാനെത്തിയ അയൽവാസിയായ സ്ത്രീയാണ്
ആലീസിനെ മരിച്ച നിലയിൽ ആദ്യം കണ്ടത്. അടുത്തടുത്ത് വീടുകളുള്ള സ്ഥലത്ത് സംഭവ ദിവസം കർട്ടനുകൾ വിൽക്കാനെത്തിയ 2 പേരൊഴികെ ആരെയും സംശയകരമായ രീതിയിൽ പരിസരവാസികൾ കണ്ടിട്ടില്ല. കർട്ടനുകൾ വിൽപ്പന നടത്താനെത്തിയവരെക്കുറിച്ച് അന്വേഷിച്ചെങ്കിലും ഫലമുണ്ടായില്ല. കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് ആലീസിന്റെ മകൻ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. TCV ന്യൂസ്, ഇരിങ്ങാലക്കുട. ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയിൽ നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടത്തിന്റെ അടിഭാഗത്ത് ഭിത്തി വിണ്ട നിലയിൽ കണ്ടെത്തി. 5 നിലകളായി നിർമ്മാണം പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്ന കെട്ടിടത്തിന്റെ താഴത്തെ നിലയുടെ ഭിത്തിയാണ് വിണ്ടാകുന്നത്. ബെൽറ്റിനോട് ചേർത്ത് നിർമ്മിച്ച ഭിത്തി പൂർണ്ണമായും കെട്ടിടത്തിൽ നിന്ന് വിട്ട നിലയിലാണ്. സംഭവത്തിൽ പൊതുപ്രവർത്തകനായ ഷിയാസ് പാളയംകോട്ട് ആരോഗ്യമന്ത്രി വീണ ജോർജിന് പരാതി നൽകി. നബാർഡിൽ നിന്നുള്ള 12 കോടി രൂപ ഉപയോഗിച്ചാണ് ആശുപത്രി കെട്ടിട നിർമ്മാണം പൂർത്തീകരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ 3 നിലകളാണ് പൂർത്തിയാക്കിയിട്ടുള്ളത്. മാള കുരുവിലശ്ശേരി സർവീസ് സഹകരണ ബാങ്കിൽ 2011 മുതൽ വായ്പാ ക്രമക്കേടുകളും സാമ്പത്തിക തിരിമറിയും നടന്നതായി ഓഡിറ്റ് റിപ്പോർട്ടിൽ കണ്ടെത്തിയത് സംബന്ധിച്ച് അന്വേഷണത്തിനായി ബാങ്ക് അധികൃതർ പോലീസിൽ പരാതി നൽകി. ഓഡിറ്റിംഗ് വിഭാഗം നൽകിയ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയതെന്ന് ബാങ്ക് സെക്രട്ടറി NC നിക്സൺ പറഞ്ഞു. ബാങ്കിൽ നടന്ന ക്രമക്കേടുകൾ സംബന്ധിച്ച് കോൺഗ്രസ് ബ്ലോക്ക് മണ്ഡലം നേതാക്കളോട് പരാതിപ്പെട്ടുവെങ്കിലും നടപടി ഉണ്ടായില്ലെന്നും DCC KPCC നേതൃത്വം നടപടികളുമായി മുന്നോട്ടു പോകാൻ നിർദ്ദേശിച്ചുവെന്നും ബാങ്ക് പ്രസിഡന്റ് ജോഷി പെരേപ്പാടൻ അറിയിച്ചു. വരയുടെയും വായനയുടെയും ലോകത്ത് ശ്രദ്ധേയയായ ദക്ഷിണ എന്ന 7ാം ക്ലാസ്സുകാരിയുടെ ചിത്രപ്രദർശനം തൃശൂർ ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ ആരംഭിച്ചു. ചിത്രകല ശാസ്ത്രീയമായി പഠിച്ചിട്ടില്ലാത്ത ദക്ഷിണയുടെ പേരിൽ ചിത്രരചനയിൽ 3 റെക്കോർഡുകളാണ് ഉള്ളത്. സംസ്ഥാന സർക്കാരിന്റെ ഉജ്ജ്വല ബാല്യം പുരസ്കാരം ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങളാണ് ഇതിനോടകം SN ദക്ഷിണ കരസ്ഥമാക്കിയത്. ദക്ഷിണയുടെ ചിത്രപ്രദർശനം തൃശൂർ ലളിതകലാ അക്കാദമിയിൽ നടനും എഴുത്തുകാരനുമായ VK ശ്രീരാമൻ ഉദ്ഘാടനം ചെയ്തു. അക്കാദമി ചെയർമാൻ മുരളി ചീരോത്ത്, സെക്രട്ടറി ബാലമുരളീകൃഷ്ണ, ചിത്രകാരി കവിതാ ബാലകൃഷ്ണൻ, എഴുത്തുകാരി ഷാനു ജീതിൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. തിരുവനന്തപുരം കാട്ടാക്കട സ്വദേശിയും മലപ്പുറം പുത്തനത്താണിയിൽ KSEB ഓവർസിയറുമായ നോബിളിന്റെയും ഷൈനിയുടെയും മകളാണ് ദക്ഷിണ. താനൂർ MES സെൻട്രൽ സ്കൂളിൽ പഠിക്കുന്ന ദക്ഷിണ ഇതുവരെ ചിത്രരചന ശാസ്ത്രീയമായി പഠിച്ചിട്ടില്ല. 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് കോഴിക്കോട് ചിത്രപ്രദർശനം നടത്തുകയും അതിൽ നിന്ന് ലഭിച്ച വരുമാനമായ 25,000 രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറുകയും ചെയ്തിരുന്നു. ഇതിനകം 2500-ലേറെ പുസ്തകങ്ങൾ വായിക്കുകയും കുറിപ്പുകൾ തയ്യാറാക്കുകയും ചെയ്ത ദക്ഷിണ 3000-ഓളം ചിത്രങ്ങളാണ് വരച്ചിട്ടുള്ളത്. ചിത്രരചനയിൽ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്, ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്, ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സ് കരസ്ഥമാക്കിയിട്ടുണ്ട് ഈ കൊച്ചുമിടുക്കി. വികാരങ്ങൾ, സ്വപ്നങ്ങൾ, പ്രകൃതി എന്നിവയിൽ അധിഷ്ഠിതമായ 100 ചിത്രങ്ങളാണ് തൃശൂരിലെ പ്രദർശനത്തിൽ ഇടം പിടിച്ചിരിക്കുന്നത്. അക്രിലിക്, വാട്ടർ കളർ, ഓയിൽ പെയിന്റ്, പെൻസിൽ എന്നീ മീഡിയങ്ങളിലുള്ളതാണ് ചിത്രങ്ങൾ. 4 ദിവസം നീണ്ടു നിൽക്കുന്ന ചിത്രപ്രദർശനം 17-ന് സമാപിക്കും. TCV തൃശൂർ. സ്വർണ്ണവെള്ളി പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണ്ണം ഗ്രാമിന് 6,930 രൂപ, പവന് 55,440 രൂപ, ഗ്രാമിന് 97 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3,232 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. പുറനാട്ടുകരയിൽ കുളിക്കാനിറങ്ങിയ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി മുങ്ങി മരിച്ചു. അടാട്ട ഉടലക്കാവ് സ്വദേശി ശ്രീഹരിയാണ് മരിച്ചത്. ആമ്പലൂർ സിഗ്നലിന് സമീപം ബസ്സിനടിയിൽപ്പെട്ട സ്കൂട്ടർ യാത്രികനായ മധ്യവയസ്കന് പരിക്കേറ്റു. പാർലിക്കാട് ബൈപ്പാസിൽ ടൂറിസ്റ്റ് ബസ് ഇടിച്ച ഓട്ടോ ഡ്രൈവർക്ക് ഗുരുതര പരിക്ക്. തൃശൂർ ശക്തൻ ബസ് സ്റ്റാൻഡ് ആധുനിക രീതിയിൽ കോൺക്രീറ്റിംഗ് ചെയ്യുന്ന പ്രവൃത്തികൾക്ക് തുടക്കമായി. നവീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സ്റ്റാൻഡിലെത്തുന്ന ബസ്സുകൾക്ക് ഗതാഗത ക്രമീകരണം ഏർപ്പെടുത്തി. ശരണം വിളികളുടെ മണ്ഡലകാലത്തിന് നാളെ തുടക്കമാകും. തീർത്ഥാടകർക്കായി ഇടത്താവളങ്ങൾ ഒരുങ്ങി. ഗുരുവായൂരിൽ വൻ ഭക്തജന തിരക്ക്. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.